ശരിയല്ല. ഞാൻ പറയും, സഭയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അപജയം എന്താണെന്നറിയാമോ? പള്ളിക്കുള്ളിൽ കയറുന്നവനല്ല, പള്ളിക്ക് വെളിയിൽ നിന്ന് ഈ സഭയെ ഉദ്ധരിക്കാൻ ശ്രമിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാവും. എല്ലാ ഇടവകയിലും കാണും 3-4 ആണി അങ്ങനത്തെ. അച്ഛൻ പറയുന്നുണ്ടെന്ന് തോന്നരുത് കേട്ടോ അച്ഛാ, ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയാം, എല്ലായിടത്തും കാണും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവർ നടുവിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ തൊട്ട് ഇതിലാരാണ് ഗുരു ആരാണെന്ന് ശിഷ്യനെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം സമരസപ്പെട്ടവരാ. അവിടെയാണ് ഇവനെ ക്രൂശിക്കണം, ഇവന്റെ ഉപദേശങ്ങൾ ജനത്തെ തെറ്റിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പുരോഹിത വൃന്ദം ഒരാളെ ചുമതലപ്പെടുത്തി. അവന്റെ പേരൊന്നും ഞാൻ വേദപുസ്തകത്തിൽ കണ്ടുപിടിച്ചു, പക്ഷെ അങ്ങനെ ഒരുത്തനുണ്ട്. അവൻ എന്താ ചെയ്തെന്നറിയാവോ? അവൻ ഈ ശിഷ്യഗണത്തിന്റെ പുറകെ എപ്പോഴും നടപ്പുണ്ടായിരുന്നു. ഇതിലാരെ പിടിച്ചാലാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ കിട്ടുന്നത്? യൂദായെ കണ്ടെത്തി